നമസ്കാരം, പതരേണു ഹെൽത്ത് ആൻഡ് വെൽനസ് ചാനലിലേക്ക് സ്വാഗതം. സാമാന്യ ഉത്കണ്ഠ രോഗം അഥവാ ജനറലൈസ്ഡ് ആങ്സൈറ്റി ഡിസോർഡർ എന്ന അവസ്ഥയെ കോഗ്നിറ്റീവ് ബിഹേവിയർ തെറപ്പി ഉപയോഗിച്ച് എങ്ങനെ ഫലപ്രദമായി മറികടക്കാം എന്നതാണ് ഈ വീഡിയോയിൽ വിശദീകരിക്കുന്നത്. അമിതമായ ഉത്കണ്ഠയും ഭയവും കുറയ്ക്കുന്നതിനായി ചിന്തകളെ നിയന്ത്രിക്കുന്ന വിവിധ രീതികൾ ഇതിൽ ചർച്ച ചെയ്യുന്നു. മാനസിക സമ്മർദ്ദം കുറച്ച് മെച്ചപ്പെട്ട ജീവിതം നയിക്കാൻ ഈ വിവരങ്ങൾ നിങ്ങളെ തീർച്ചയായും സഹായിക്കും. മനഃശാസ്ത്ര ഗവേഷണത്തിന്റെ ഭാഗമായി ശ്രീമതി രേണുക ദേവി ഇന്റർനാഷണൽ ജേർണൽ ഓഫ് അഡ്വാൻസ് റീസർച്ച് ആൻഡ് സയൻസ്, കമ്മ്യൂണിക്കേഷൻ ആൻഡ് ടെക്നോളജിയിൽ പ്രസിദ്ധീകരിച്ച എ റിവ്യൂ ഓഫ് കോഗ്നിറ്റീവ് ബിഹേവിയറൽ തെറപ്പി ഇന്റർവെൻഷൻസ് ഫോർ ജനറലൈസ്ഡ് ആങ്സൈറ്റി ഡിസോർഡർ എന്ന ലേഖനത്തെ ആസ്പദമാക്കിയുള്ളതാണ് ഈ വീഡിയോ. എല്ലാവർക്കും നമസ്കാരം. അടിക്കടി ഉണ്ടാകുന്ന ടെൻഷൻ, ആധി, ഉത്കണ്ഠ ഇതിനെയൊക്കെ എങ്ങനെ വരുതിയിലാക്കാമെന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? വെറുതെ സഹിക്കുന്നതിനു പകരം ഇതിനെ ശാസ്ത്രീയമായി നേരിടാൻ ചില വഴികളുണ്ട്. അതാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. ഒരുപാട് ടാബുകൾ ഒരുമിച്ച് തുറന്നുവെച്ച ഒരു കമ്പ്യൂട്ടർ ബ്രൗസർ പോലെയാണോ ചിലപ്പോൾ നിങ്ങളുടെ മനസ്സ്? ഏത് ക്ലോസ് ചെയ്യണം, ഏതിൽ ഫോക്കസ് ചെയ്യണം എന്നറിയാതെ ഒരുതരം ബഹളം, അല്ലേ? ഈ ഒരു തോന്നൽ നിങ്ങൾക്കുണ്ടെങ്കിൽ പേടിക്കേണ്ട, നിങ്ങൾ ഒറ്റയ്ക്കല്ല. ഈ അവസ്ഥയെ എങ്ങനെ ശരിയായ രീതിയിൽ സമീപിക്കാം എന്ന് നമുക്ക് നോക്കാം. അപ്പോ നമ്മളിന്ന് എന്തൊക്കെയാണ് നോക്കാൻ പോകുന്നത്? ആദ്യം ഈ നിയന്ത്രിക്കാനാവാത്ത ടെൻഷൻ എന്താണെന്ന് മനസ്സിലാക്കും. പിന്നെ വരും CBT എന്നൊരു സംഭവം, ഒരു ടൂൾ കിറ്റ് പോലെ. അത് വെച്ച് നമ്മുടെ ചിന്തകളെയും പേടികളെയും ഒക്കെ എങ്ങനെ മാറ്റിയെടുക്കാമെന്ന് നോക്കും. അവസാനമായി ഇന്നത്തെ കാലത്ത് ഈ തെറാപ്പി എത്രത്തോളം ഈസിയായി നമുക്ക് കിട്ടുമെന്നും ചർച്ച ചെയ്യും. ശരി, അപ്പം നമുക്ക് നേരെ ആദ്യത്തെ ഭാഗത്തേക്ക് കടക്കാം, അല്ലേ? എന്താണ് ഈ ജനറലൈസ്ഡ് ആങ്സൈറ്റി ഡിസോർഡർ? അപ്പോൾ ഈ GAD എന്ന് പറഞ്ഞാൽ എന്താണ്? ഇത് നമ്മൾ സാധാരണ പറയുന്ന ചെറിയ ടെൻഷനല്ല കേട്ടോ. നമ്മുടെ ഡെയിലി ലൈഫിലെ സാധാരണ കാര്യങ്ങളെക്കുറിച്ച് പോലും നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ഇങ്ങനെ നിർത്താതെ ടെൻഷൻ അടിച്ചുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ്. വെറുതെ ടെൻഷൻ മാത്രമല്ല, നമ്മുടെ ശരീരത്തെയും ഇത് ബാധിക്കും. ഒരു സ്ഥലത്ത് അടങ്ങിയിരിക്കാൻ പറ്റാത്തൊരു അസ്വസ്ഥത, എപ്പോഴും ഒരു ക്ഷീണം, ഇതൊക്കെ ഇതിൻ്റെ കൂടെ വരാം. ഇതിനെപ്പറ്റി വളരെ ഇൻട്രസ്റ്റിംഗ് ആയൊരു കാര്യമുണ്ട്. എന്താണെന്നറിയോ? പലപ്പോഴും ഈ ഉത്കണ്ഠ എന്ന് പറയുന്നത് നമ്മൾ ആഴത്തിൽ പേടിക്കുന്ന വേറെ എന്തോ വികാരങ്ങളിൽ നിന്ന് ഒളിച്ചോടാനുള്ള നമ്മുടെ മനസ്സിൻ്റെ തന്നെ ഒരു സൂത്രപ്പണിയാണ്. ശരിക്കും ഒരു വലിയ പ്രശ്നത്തിൽ നിന്ന് ശ്രദ്ധ തിരിക്കാൻ വേണ്ടി മനസ്സ് തന്നെ ആവശ്യമില്ലാത്ത ചെറിയ ചെറിയ കാര്യങ്ങളെപ്പറ്റി ഓർത്ത് ടെൻഷൻ അടിക്കും. ഒരു തരം മെൻ്റൽ ഡിസ്ട്രാക്ഷൻ, അത്രയേ ഉള്ളൂ. അപ്പോൾ ഈ ഒളിച്ചോട്ടം എങ്ങനെ നിർത്തും? അതിനുള്ള ഉത്തരമാണ് കോഗ്നിറ്റീവ് ബിഹേവിയറൽ തെറാപ്പി. നമ്മൾ സിമ്പിളായിട്ട് CBT എന്ന് പറയും. ഇതിനെ നമ്മുടെ മനസ്സിനുള്ള ഒരു ടൂൾ കിറ്റായിട്ടങ്ങ് കണ്ടാൽ മതി. ഈ CBTയുടെ ഐഡിയ വളരെ സിമ്പിളാണ്. നമ്മുടെ ചിന്തകൾ, നമ്മുടെ ഫീലിംഗ്സ്, നമ്മുടെ പെരുമാറ്റം ഇതെല്ലാം തമ്മിൽ ഭയങ്കരമായി കണക്റ്റഡാണ്. ഒരു ചങ്ങല പോലെ. ഇതിലെ ചിന്ത എന്ന കണ്ണി മാറ്റിയാൽ മതി, ബാക്കിയുള്ളതും താനെ മാറും. നമ്മുടെ ഉത്കണ്ഠയെ പിടിച്ചു നിർത്തുന്നത് ചില നെഗറ്റീവ് ചിന്തകളാണ്. ആ ചിന്തകളെ കണ്ടുപിടിച്ച് മാറ്റാനുള്ള പ്രാക്ടിക്കൽ വഴികളാണ് CBT പഠിപ്പിക്കുന്നത്. ഒന്നുകൂടെ പറയട്ടെ, ഇത് വെറുതെ വർത്താനം പറഞ്ഞിരിക്കുന്നൊരു തെറാപ്പിയല്ല, പുതിയ സ്കിൽസ് പഠിച്ചെടുക്കുന്ന ഒരു ട്രെയിനിങ് പ്രോഗ്രാം പോലെയാണ്. അങ്ങനെയാണെങ്കിൽ ആ ടൂൾ കിറ്റിലെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു ആയുധം നമുക്ക് പരിചയപ്പെടാം: കോഗ്നിറ്റീവ് റീസ്ട്രക്ചറിംഗ്. പേര് കേട്ട് പേടിക്കൊന്നും വേണ്ട. സിമ്പിളായി പറഞ്ഞാൽ നമ്മുടെ തലച്ചോറിലെ ഈ ആങ്സൈറ്റി ഉണ്ടാക്കുന്ന വയറിംഗ് ഒന്ന് മാറ്റി ശരിയാക്കുന്ന പരിപാടിയാണിത്. ഉദാഹരണത്തിന്, ഉത്കണ്ഠയുള്ള ഒരാളുടെ മനസ്സിൽ വരുന്ന ഒരു ചിന്ത നോക്കാം. അയ്യോ, ജോലിയിലൊരു ചെറിയ തെറ്റുപറ്റി, തീർന്നു എല്ലാം. അവിടെ നിർത്തില്ല, ചിന്ത പോകും. ഈ പ്രസന്റേഷൻ ഇനി ശരിയാവില്ല, ബോസ് വഴക്ക് പറയും, ചിലപ്പോൾ ജോലി തന്നെ പോകും, എല്ലാവരുടെയും മുന്നിൽ ഞാൻ നാണം കെടും, ജീവിതം നശിച്ചു. കണ്ടോ, ഒരു ചെറിയ കാര്യത്തിൽ നിന്ന് തുടങ്ങി എവിടെ എത്തിയെന്ന്. ഇവിടെയാണ് CBT ഒരു ഡിറ്റക്റ്റീവിന് പോലെ വരുന്നത്. ഈ ചിന്തയെ നമ്മൾ ചോദ്യം ചെയ്യാൻ തുടങ്ങും. ഒരു മിനിറ്റ്, ശരിക്കും ഒരു ചെറിയ തെറ്റ് പറ്റിയാൽ ഇതെല്ലാം സംഭവിക്കുമോ? മുൻപ് എപ്പോഴെങ്കിലും ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ടോ? ഈ ചിന്ത ശരിയാണെന്ന് പറയാൻ എന്ത് തെളിവാണ് എൻ്റെ കയ്യിലുള്ളത്? ഈ സ്ലൈഡൊന്ന് നോക്കിയേ. ആ മാറ്റം എത്ര ക്ലിയറായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. എപ്പോഴും ഏറ്റവും മോശം തന്നെ സംഭവിക്കും, ഞാൻ തയ്യാറായിരിക്കണം എന്നുള്ള ചിന്തയിൽ നിന്ന്, അല്ല, വെല്ലുവിളികൾ വരുമ്പോൾ എനിക്കത് നേരിടാൻ പറ്റും എന്നൊരു കോൺഫിഡൻസിലേക്ക് നമ്മൾ മാറുന്നു. ഞാൻ ടെൻഷൻ അടിച്ചില്ലെങ്കിൽ എന്തോ ആപത്ത് വരും എന്ന തെറ്റിദ്ധാരണയെ മാറ്റി, ടെൻഷൻ അടിക്കുന്നതുകൊണ്ട് ഒരു കാര്യവുമില്ല, അതിൻ്റെ സന്തോഷം കളയുന്നു എന്നുള്ള തിരിച്ചറിവിലേക്ക് നമ്മളെത്തുന്നു. അപ്പോൾ ഈ പ്രോസസ്സിനെ നമുക്ക് 3 സ്റ്റെപ്പായി തിരിക്കാം. വളരെ സിമ്പിളാണ്. 1, നമ്മളെ അലട്ടുന്ന ആ നെഗറ്റീവ് ചിന്തയെ അങ്ങ് തിരിച്ചറിയുക. 2, ഒരു വക്കീലിനെ പോലെ അതിനങ്ങ് ചോദ്യം ചെയ്യുക. അതിനെ സപ്പോർട്ട് ചെയ്യാനും എതിർക്കാനും എന്ത് തെളിവുണ്ടെന്ന് നോക്കുക. 3, ആ പഴയ ആവശ്യമില്ലാത്ത ചിന്തയെടുത്ത് കളഞ്ഞിട്ട് പകരം കൂടുതൽ റിയലിസ്റ്റിക്കായ ഒരു ബാലൻസ്ഡായ പുതിയ ചിന്തയെ അവിടെ പ്രതിഷ്ഠിക്കുക. അത്രയുള്ളൂ. ശരി, ഇനി CBT ടൂൾ കിറ്റിലെ അടുത്ത പവർഫുൾ ടൂളിലേക്ക് പോകാം: എക്സ്പോഷർ തെറാപ്പി.
പേര് കേൾക്കുമ്പോൾ ചിലപ്പോൾ ഒരു പേടി തോന്നാം, പക്ഷെ ഇത് വളരെ സേഫായിട്ടും ഫലപ്രദമായിട്ടും ചെയ്യുന്ന ഒന്നാണ്. നമ്മൾ എന്തിനെയാണോ പേടിക്കുന്നത് അതിൽ നിന്ന് ഒളിച്ചോടി പോകുന്നതിന് പകരം അതിനെ ഒരു കൺട്രോൾഡ് എൻവയോൺമെന്റിൽ വെച്ച് ധൈര്യമായിട്ട് ഫേസ് ചെയ്യാൻ പഠിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. ഈ ഉദ്ധരണിയിൽ പറയുന്നത് പോലെ നമ്മൾ പേടിക്കുന്ന കാര്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്തോറും ആ പേടി കൂടിക്കൂടി വരും, അല്ലേ? എന്നാൽ എക്സ്പോഷർ തെറാപ്പിയിലൂടെ സുരക്ഷിതമായ ഒരു സാഹചര്യത്തിൽ പതിയെ പതിയെ ആ ഭയങ്ങളെ നേരിടാൻ നമ്മൾ പഠിക്കുകയാണ്. ഈ GADയിൽ നമ്മുടെ പേടികളൊക്കെ പലപ്പോഴും നമ്മുടെ മനസ്സിലെ ചിന്തകളായിരിക്കും, അല്ലാതെ ഒരു പാറ്റയോ പാമ്പോ ഒന്നുമല്ല. അതുകൊണ്ടുതന്നെ ഇവിടെ ഉപയോഗിക്കുന്ന ഒരു പ്രധാന ടെക്നിക്കാണ് ഇമാജിനൽ എക്സ്പോഷർ. അതായത് നിങ്ങളെ പേടിപ്പിക്കുന്ന ആ സംഭവം അത് മനസ്സിൽ വ്യക്തമായിട്ട് സങ്കല്പിക്കുക. വീണ്ടും വീണ്ടും ഇത് ചെയ്യുമ്പോൾ ആ ചിന്തയോടുള്ള നിങ്ങളുടെ പേടി പതിയെ പതിയെ കുറഞ്ഞു വരുന്നത് കാണാം. കാരണം എന്താണെന്നറിയോ? ആ ഭയത്തെ നേരിടാൻ നിങ്ങളുടെ ബ്രെയിൻ പഠിക്കുകയാണ്. അതോടെ അതിന് നിങ്ങളെ പേടിപ്പിക്കാനുള്ള ശക്തി അങ്ങ് പോകും. കഥ ഇവിടെ തീരുന്നില്ല. ഈ കിറ്റിൽ വേറെയും ചില കിടിലൻ ഐറ്റംസ് ഉണ്ട്. നല്ല ആഴത്തിൽ ശ്വാസമെടുക്കുന്നത് പോലുള്ള റിലാക്സേഷൻ ടെക്നിക്കുകൾ, പിന്നെ വറി ടൈം എന്നൊരു സംഭവമുണ്ട്. അതായത് ടെൻഷൻ അടിക്കാനായിട്ട് തന്നെ ദിവസവും ഒരു 10 മിനിറ്റ് മാറ്റിവെക്കുക. അതുപോലെ നമുക്ക് സന്തോഷം തരുന്ന കാര്യങ്ങൾ കൂടുതൽ ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന ബിഹേവിയറൽ ആക്ടിവേഷൻ, പിന്നെ വരുന്ന ചിന്തകളെ ഒരു സിനിമ കാണുന്നത് പോലെ ദൂരെ നിന്ന് നോക്കിക്കാണാൻ പഠിപ്പിക്കുന്ന മൈൻഡ്ഫുൾനെസ്, ഇതൊക്കെ ഇതിന്റെ ഭാഗമാണ്. അപ്പോൾ ഇത്രയൊക്കെ കേട്ടുകഴിയുമ്പോൾ സ്വാഭാവികമായും ഒരു ചോദ്യം വരും, അല്ലേ? ഈ CBT ഒക്കെ ശരിക്കും വർക്ക് ആകുമോ? ഇത് എത്രത്തോളം ഫലപ്രദമാണ്? ഇതിന്റെ ഭാവി എന്തായിരിക്കും? ഈ സ്ലൈഡിലെ ടേബിളൊന്ന് നോക്കിക്കേ. ഒരുപാട് പഠനങ്ങൾ ഈ CBT ശരിക്കും വർക്കാവും എന്ന് തെളിയിച്ചിട്ടുള്ളതാണ്. ബോർക്കോവെക്, ഹോഫ്മാൻ, കൈപ്പേഴ്സ് ഇവരൊക്കെ നടത്തിയ പഠനങ്ങൾ കാണിക്കുന്നത് ഇത് ഉത്കണ്ഠ കുറയ്ക്കുന്നതിൽ വളരെ വിജയകരമാണെന്നാണ്. പക്ഷെ ഇതിൽ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയ കാര്യം എന്താണെന്ന് വെച്ചാൽ 2018 ആൻഡ്രൂസ് നടത്തിയ പഠനമാണ്. അത് പറയുന്നത് ഡിജിറ്റൽ CBT, അതായത് ഓൺലൈനായിട്ടോ ആപ്പ് വഴിയോ ചെയ്യുന്ന CBT പോലും നമ്മൾ നേരിട്ട് പോയി ചെയ്യുന്ന തെറാപ്പിയോളം തന്നെ എഫക്റ്റീവാണെന്നാണ്. ഇതൊരു വലിയ സാധ്യതയാണ് തുറന്നു തരുന്നത്. അതെ, ഇത് നമ്മളെക്കൊണ്ടെത്തിക്കുന്നത് ഒരു പുതിയ ലോകത്തേക്കാണ്. ഇന്റർനെറ്റ് ബേസ്ഡ് CBT, സ്മാർട്ട് ഫോൺ ആപ്പുകളിലൂടെയും വെബ്സൈറ്റുകളിലൂടെയുമൊക്കെ ഈ തെറാപ്പി ഇന്ന് നമ്മുടെ വിരൽത്തുമ്പിൽ ലഭ്യമാണ്. മാനസികാരോഗ്യ സഹായം കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാൻ ഇത് ഒരുപാട് സഹായിക്കും. ഒരു തെറാപ്പിസ്റ്റിനെ കാണാൻ ദൂരെ യാത്ര ചെയ്യേണ്ട, മറ്റുള്ളവർ എന്ത് വിചാരിക്കുമെന്ന് പേടിക്കേണ്ട, സ്വന്തം വീട്ടിലിരുന്ന് തന്നെ നമുക്ക് സഹായം തേടാൻ പറ്റുന്നൊരു കാലത്തേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഉത്കണ്ഠയെ നേരിടാനുള്ള വളരെ ശക്തവും ശാസ്ത്രീയവുമായ ഒരു ടൂൾ കിറ്റിനെയാണ് നമ്മളിന്ന് പരിചയപ്പെട്ടത്. ടെക്നോളജിയുടെ സഹായത്തോടെ ഈ ചികിത്സയൊക്കെ എല്ലാവർക്കും എളുപ്പത്തിൽ കിട്ടുന്നൊരു കാലം വരുമ്പോൾ ഒരു പ്രധാനപ്പെട്ട ചോദ്യം ബാക്കിയുണ്ട്. ഈ അറിവും സഹായവും ശരിക്കും ആവശ്യമുള്ള ഓരോരുത്തരിലേക്കും എത്തുന്നുണ്ടെന്ന് നമുക്കെങ്ങനെ ഉറപ്പാക്കാൻ കഴിയും? ഇതൊന്ന് ആലോചിക്കാവുന്നതാണ്. നന്ദി.